വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOG 172 ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമി എന്ന സബ്ജക്റ്റാണ്. കുറച്ച് വലിയ സബ്ജക്റ്റിനെയാണ്. 23 ചാപ്റ്റേഴ്സോളുണ്ട്. അപ്പം എന്താണ് ഇന്ത്യൻ ഇക്കോണമി എന്നുള്ളതാണ് ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഇക്കോണമിക് ഡെവലപ്മെൻറ്റ്. ഹൗ ഡസ് ആൻ ഇക്കോണമി വർക്ക് ആൻഡ് ഹൗ ഈസ് ഡെവലപ്മെൻറ്റ് മെഷർഡ്? എങ്ങനെയാണ് നമ്മുടെ ഇക്കോണമിക്ക് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുക? ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്? ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമി ഈസ് എ സിസ്റ്റം വേർ എ കൺട്രി പ്രൊഡ്യൂസ്, ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് കൺസ്യൂം ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇക്കോണമി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് വേർ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കൺസ്യൂം ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് സംഭവത്തിനെയാണ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഉത്തരം നമ്മുടെ കൺട്രി ഏത് തരത്തിലുള്ള ഇക്കോണമിക് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഇക്കോണമിക് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവുക. അപ്പം ഇക്കോണമി എന്ന് പറയുന്നത് ഒരു കൺട്രിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കൺസ്യൂം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം എന്തൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സ്ഡ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിസിഷൻ എടുക്കുന്നത് എന്താണ്, ഡിമാൻഡും സപ്ലൈയും ബേസ് ചെയ്തിട്ടായിരിക്കും. റിസോഴ്സസ് പ്രൈവറ്റ്ലി ആയിരിക്കും ഓൺ ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് പീപ്പിൾ ആയിരിക്കും അതിൻ്റെ റിസോഴ്സസ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഡ്രിവൺ ബൈ പ്രോഫിറ്റ് ആൻഡ് കോമ്പറ്റീഷൻ ആയിരിക്കും. അതിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്, കോമ്പറ്റീഷനും ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് USA, UK ആണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് റിസോഴ്സ് യൂസും ഇന്നൊവേഷനും ആയിരിക്കും. എന്നാൽ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇനീക്വാലിറ്റി ഉണ്ടാവും, പാവപ്പെട്ടവർക്ക് ബേസിക് നീഡ്സ് ലഭിക്കാതിരിക്കും. എന്നാൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് കമാൻഡാണ്. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. പ്രൊഡക്ഷനും പ്രൈസസും ഒക്കെ ഗവൺമെൻറ് ആയിരിക്കും സെറ്റ് ചെയ്യുക. ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടാവും. അത് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ വെൽഫെയർ ആൻഡ് ഈക്വാലിറ്റിയാണ്. അതുപോലെ സെൻട്രൽ പ്ലാനിങ് ആൻസർ ഇക്കോണമിക് ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ ഓൾഡ് USSR, ചൈന ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ലെസ് ഇന്നൊവേഷനും ഇൻഎഫിഷ്യൻസിയും ആയിരിക്കും. ഇനി മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും സോഷ്യലിസം ഇക്കോണമിയുടെയും ഒരു കോമ്പിനേഷനാണ് മിക്സ്ഡ് ഇക്കോണമി. നമ്മുടെ ഇന്ത്യയിലുള്ള ഇക്കോണമി എന്ന് പറയുന്നത് മിക്സ്ഡ് ഇക്കോണമിയാണ്. പ്രൈവറ്റ് പബ്ലിക് സെക്ടറും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഇക്കോണമി ആയിരിക്കും ഇത്. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യും. എവിടെയൊക്കെ റെയിൽവേ, പവർ, അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ അധികാരം ഉണ്ടാവുക. അതുപോലെ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഇക്കോണമിയാണ് മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻസി പ്ലസ് സോഷ്യൽ വെൽഫെയർ ആയിരിക്കും. ഇനി ഇക്കോണമിക് ഗ്രോത്ത് വേഴ്സസ് ഇക്കോണമിക് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇക്കോണമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കോണമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണെങ്കിൽ ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് പ്ലസ് ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. ഇക്കണോമിക് ഗ്രോത്ത് ഷോർട്ട് ടേം ഫോക്കസ് ആണെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ലോങ് ടേം സോഷ്യൽ പ്രോഗ്രസ് ആണ്. ഇനി മെഷർമെൻറ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. GNP പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിസണിന് അയാളൊരു വർഷം ഉണ്ടാക്കുന്ന അയാളുടെ ഇൻകം എത്രയാണ് എന്ന് നമ്മൾ കണക്കാക്കുന്നതിനെയാണ് GNP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ എങ്ങനെ കണ്ടെത്തുക? GNP പെർ ക്യാപിറ്റ ഈസ് ഈക്വൽ ടു ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം ഓഫ് എ കൺട്രിയുടെ ടോട്ടൽ ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മൾക്ക് കിട്ടും ഒരു വ്യക്തി എത്രത്തോളമാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുള്ളത് പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് ലഭിക്കും. അത് മെഷർ ചെയ്യാം US ഡോളർ, PPP ഫോർ കമ്പാരിസണിന് വേണ്ടി US ഡോളറിലാണ് അത് മെഷർ ചെയ്യുക. മോർ GNP പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ മോർ ഡെവലപ്മെൻറ്റ് നമ്മൾ കൺട്രിയിൽ ഉണ്ടായി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം GNP പെർ ക്യാപിറ്റ കണ്ടെത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ്
ഒരു സിറ്റിസൻ്റെ ഇൻകം എത്രയാണെന്ന് മെഷർ ചെയ്യാൻ, അയാളുടെ വെൽബീയിങ് എങ്ങനെയാണ്, എക്കോണമിക്കൽ വെൽബീയിങ് കണ്ടെത്താൻ സാധിക്കുന്നു. അത് നമ്മൾക്ക് കമ്പാരിസൺ ചെയ്യാൻ, ഒരു സ്റ്റാൻഡേർഡ്, രണ്ട് കൺട്രി തമ്മിലുള്ള ലിവിങ് സ്റ്റാൻഡേർഡ്, ഒരു സിറ്റിസൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് കമ്പാരിസൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്പ് ഐഡൻറ്റിഫൈ പോവേർട്ടി ലെവൽ, എത്രത്തോളമാണ് നമ്മൾ പോവേർട്ടി ലെവലെന്നും ഇൻകം ഡിസ്പാരിറ്റീസും കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ ഇക്കോണമിക് പ്രോഗ്രസ്സും അല്ലെങ്കിൽ ഡിക്ലൈൻ ഓവർ ടൈമും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഹൈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് മാച്ചിങ് ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യും, സ്ട്രെയിൻ ഓൺ റിസോഴ്സസ് ആൻഡ് എഫക്റ്റ് പീപ്പിൾസ് ക്വാളിറ്റി ലൈഫ്. നമ്മൾ ഹൈ പോപ്പുലേഷനും നമ്മളെ ഡെവലപ്മെൻറ്റായി മാച്ച് ചെയ്യാത്ത രീതിയിൽ പോപ്പുലേഷൻ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മളെ റിസോഴ്സസ് വർദ്ധിക്കുന്നില്ല. പക്ഷെ ജനങ്ങൾ പോപ്പുലേഷൻ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സസ് എല്ലായിടത്തും എത്താതെ വരികയും അത് പീപ്പിളിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിന് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പം ഹൈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്ട്രെയിൻ ഓൺ ഫുഡ്, ജോബ്സ് ആൻഡ് ഹൗസിങ്, ഭക്ഷണം, എന്താണ്, നമുക്ക് ബേസിക് നീഡ്സൊക്കെ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഹൈ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യും, നമുക്ക് ബെനിഫിറ്റ് ചെയ്യും. ഇത് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പോപ്പുലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇനി ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. പ്രൈമറി എന്ന് പറയുന്നത് അഗ്രികൾച്ചറും, സെക്കൻഡറി എന്ന് ഇൻഡസ്ട്രിയും, ടെറിഷറി എന്ന് പറയുന്നത് സർവീസ് സെക്ടറുമാണ്. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് ടെറിഷറി സെക്ടറിലായിരിക്കും, മോർ പീപ്പിൾ ഇൻ ടെറിഷറി സെക്ടറിലായിരിക്കും. ഷിഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇക്കണോമിക് പ്രോഗ്രസ്. ഇനി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ HDI എങ്ങനെയാണ് കാണുന്നത്? ഡെവലപ്ഡ് ബൈ UNDP. എച്ച് ഡി യിൽ വരുന്ന എന്തൊക്കെയാണ്? ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ ലെവൽ, GNP പെർ ക്യാപിറ്റ, ഇതൊക്കെ അടങ്ങിയതാണ് എന്ത് HDI എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ കണ്ടെത്തുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ്. HDI നമുക്കെന്ത് കാണിച്ചു തരുന്നു? ഓവറോൾ ഡെവലപ്മെൻറ്റ്, നമ്മുടെ കൺട്രിയുടെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്, നോട്ട് ജസ്റ്റ് ഇൻകം. ഇനി ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, എങ്ങനെയൊക്കെ നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് കണ്ടെത്താം. ഇക്കണോമിക് ഡിറ്റർമിനൻറ്റ്സ് അതുപോലെ നോൺ ഇക്കണോമിക് ഡിറ്റർമിനൻറ്റ്സ് ഉണ്ട്. ഇക്കണോമിക് ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് ടൂള്, മെഷീൻ, ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ ക്യാപിറ്റൽ ഐറ്റംസ് ആയിട്ടുള്ള ടൂൾസ്, മെഷീൻ, ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻകം. പക്ഷെ അതിന് എന്തെങ്കിലും ആവശ്യമുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ്സും സേവിങ്സും നമ്മൾക്ക് ആവശ്യമാണ് ക്യാപിറ്റൽ ഫോർമേഷന്. ഇനി ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് മെഷർ ക്യാപിറ്റൽ എഫിഷ്യൻസി മെഷർ ചെയ്യാണ്. ലോ റേഷ്യോ ഈസ് ഈക്വൽ ടു മോർ ഔട്ട്പുട്ട് വിത്ത് ലെസ് ക്യാപിറ്റൽ. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ലാൻഡ്, മിനറൽസ്, ഫോറസ്റ്റ്, വാട്ടർ മസ്റ്റ് ബി യൂസ്ഡ് efficiently, നോട്ട് നെസസറി ടു ഹാവ് ഇൻ അബൻഡൻസ്. ഇതാണ് ഇക്കണോമിക് ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറയുന്നത്. നോൺ ഇക്കണോമിക് ഡിറ്റർമിനൻറ്റ്സ് അഥവാ ഹ്യൂമൻ റിസോഴ്സസ്, എഡ്യൂക്കേഷൻ, സ്കിൽഡ് ഹെൽത്തി വർക്ക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഹൈ പ്രൊഡക്ടിവിറ്റി. എഡ്യൂക്കേഷനും സ്കില്ലും ഹെൽത്തി വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ പ്രൊഡക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ബൂസ്റ്റ് ഗ്രോത്ത്. നമ്മൾ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഗ്രോത്ത് വർദ്ധിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജപ്പാൻസ് ഡെവലപ്മെൻറ്റ് വിയ ഹ്യൂമൻ ക്യാപിറ്റൽ. ടെക്നോളജി ആൻഡ് നോ ഹൗ, മോഡേൺ ടെക്നിക് ആൻഡ് മോർ പ്രൊഡക്ഷൻ. മോഡേൺ ടെക്നിക് എന്ന് പറയുന്നത് മോർ പ്രൊഡക്ഷന് ഈക്വലാണ്. ഇൻക്ലൂഡ്സ് IT, ഡിജിറ്റൽ ടൂൾസ്, ഓട്ടോമേഷൻ. നീഡ്സ് ക്യാപിറ്റൽ പ്ലസ് R&D ഫോർ കണ്ടിന്യൂസ് ഇന്നോവേഷൻ. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ലീഗൽ സിസ്റ്റം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് സിസ്റ്റം, എംപവർമെൻറ്റ് ഓഫ് വുമൺ. ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു ബെറ്റർ ഗ്രോത്ത് എൻവയോൺമെൻറ്റ്. ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബെറ്റർ ഗ്രോത്ത് എൻവയോൺമെൻറ്റിന് ഈക്വലാണ്. ഇനി റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ഡെവലപ്മെൻറ്റിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? ഗവൺമെൻറ് എന്ത് ചെയ്യണം? മാർക്കറ്റ് ഫെയിലിയർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉറപ്പ് വരുത്തണം. അത് എന്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം? സ്കൂൾ, ഹോസ്പിറ്റൽസ്, റോഡ്, ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഡിഫൻസ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലൊക്കെ എന്ത് ചെയ്യണം? ഗവൺമെൻറ് കാര്യമായ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്തായുള്ളൂ, ഒരു കൺട്രി നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഗവൺമെൻറ്റും കൂടി ഇതിൽ ഇടപെടുകയാണെങ്കിൽ, ഗവൺമെൻറ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെയർനെസ് ആൻഡ് ആക്സസ് ഉറപ്പ് വരുത്തുന്നു.
അണ്ടർ ഡെവലപ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റ് ഇല്ല എന്നതിനുള്ള സൂചകമാണ്. ഇനീക്വാലിറ്റി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ, ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത്, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, റൂറൽ ആൻഡ് അർബൻ ഡിവൈഡ്, പുവർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇതൊക്കെ എന്താണ്? അണ്ടർ ഡെവലപ്മെൻറ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ടുഡേയ്സ് നീഡ് വിത്തൗട്ട് ഹാമിങ് ഫ്യൂച്ചർ ജനറേഷൻ. ഇതിവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ടുഡേയ്സ് നീഡ്സ് വിത്തൗട്ട് ഹാമിങ് ഫ്യൂച്ചർ ജനറേഷൻ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നീഡ്സ് മീറ്റ് ചെയ്യുക വിത്തൗട്ട് ഹാമിങ് ഫ്യൂച്ചർ ജനറേഷനെ ഹാം ചെയ്യാത്ത രീതിയിൽ. ബാലൻസ് ഓഫ് ഇക്കോണമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റ് കൺസേൺ, ഫോക്കസ് ഓൺ ക്ലൈമറ്റ്, പൊല്യൂഷൻ, റിന്യൂവബിൾ റിസോഴ്സ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ. ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1960s. ഈച്ച് ഡീക്കേഡ് ഫോക്കസ് ഓൺ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഇത് ഓരോ ഡീക്കേഡിലും ഡെവലപ്മെൻറ്റ് ഗോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് അതിൽ പറഞ്ഞിരിക്കുന്നത് ലോഞ്ച്ഡ് ഇൻ 2000, ടാർഗറ്റ് 2050. അപ്പം 8 ഗോളാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇറാഡിക്കേറ്റ് പോവർട്ടി ആൻഡ് ഹങ്കർ, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ജെൻഡർ ഈക്വാലിറ്റി, റെഡ്യൂസ് മോർട്ടാലിറ്റി, എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി. ഇത്രയൊക്കെയാണ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ 8 ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ, ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ആൻഡ് എമർജിംഗ് ഇക്കോണമി. ഇന്ത്യ ആസ് ആൻ എമർജിംഗ് ഇക്കോണമി ആൻഡ് സ്ട്രക്ചറൽ ചലഞ്ചസ്. ഇന്ത്യൻ ഇക്കോണമിയുടെ ജേണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യാസ് ഇക്കോണമി ജേണി സിൻസ് 1991. 1991 ഇന്ത്യൻ ഇക്കോണമിയുടെ ജേണി എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മേജർ ഇക്കോണമിക് ക്രൈസിസ് 1991 ഫേസ് ചെയ്തു. ഗവൺമെൻറ് എന്ത് ചെയ്തു? ന്യൂ ഇക്കോണമിക് പോളിസി NEP വിത്ത് റീഫോം ഇൻ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിലെ കീ ഔട്ട്കംസ് എന്തൊക്കെയാണ്? സസ്റ്റെയിൻഡ് GDP ഗ്രോത്ത് 6 to 7% ആയിരുന്നു. ഇൻക്രീസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ബൂംഡ് IT ആൻഡ് ഫാർമ സെക്ടർ, ബിക്കം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ ഇക്കോണമി 2013 to 2018 വരെ. മിനിമൽ ഇമ്പാക്റ്റ് ഫ്രം ദ 2008 ഗ്ലോബൽ ക്രൈസിസ്. ഇനി ഡ്രൈവേഴ്സ് ഓഫ് ഗ്രോത്ത്, യങ് പോപ്പുലേഷൻ, റൈസിംഗ് വർക്കിംഗ് ഏജ് ഗ്രൂപ്പ്, എൻഹാൻസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ്, ഗ്രോത്ത് ഇൻ മാനുഫാക്ചറിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്യൂമർ മാർക്കറ്റ്സ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് പ്രോ റീഫോം പോളിസീസ്. GDP റോസ് ഫ്രം GDP വർദ്ധിച്ചു എവിടുന്ന്? 266 ബില്യൺ നിന്ന് 1991 തൊട്ട് 3 ട്രില്യൺ വരെ 2019 നമ്മുടെ GDP ഇത്രയും വർദ്ധിച്ചു. ട്രിപ്പിൾ ഫ്രം 1 ട്രില്യൺ ടു 12 ട്രില്യൺ. ഇനി ട്രാൻസിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ട്രാൻസിഷൻ ഫ്രം ഡെവലപ്പിംഗ് ടു ഡെവലപ്ഡ് സ്റ്റാറ്റസ്. നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഡെവലപ്ഡ് സ്റ്റാറ്റസിലേക്ക് വന്നു. ലാക്സ് ഫുള്ളി ഡെവലപ്ഡ് ഫിനാൻഷ്യൽ ആൻഡ് റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോ പെർ ക്യാപിറ്റ ഇൻകം ബട്ട് ഹൈ പൊട്ടൻഷ്യൽ. ലോ പെർ ക്യാപിറ്റ ഇൻകം ആണെങ്കിലും ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്. മിഡിൽ ക്ലാസ് ആൻഡ് കസ്റ്റമർ മാർക്കറ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് റൈസ് ഇൻ അർബൻ ആൻഡ് റൂറൽ മിഡിൽ ക്ലാസ്സിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. റൈസിങ് ആസ്പിരേഷൻസ് ആൻഡ് കൺസെപ്ഷൻസ്, അൺടാപ്ഡ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. എക്സ്റ്റേണൽ സെക്ടർ ഗ്രോത്തിൽ വന്നിരിക്കുന്നത് എക്സ്പോർട്ട് ലെവൽ ഗ്രോത്ത്, പോസ്റ്റ് ലിബറലൈസേഷൻ, ട്രേഡ് ലിബറലൈസേഷൻ, അതുപോലെ കൺട്രോൾഡ് ഇമ്പോർട്ട് ഇനീഷ്യാലിറ്റി, അതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഡ്യൂ ടു ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ഗ്യാപ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി റീഫോം സിൻസ് 1991 തൊട്ടുള്ള ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂ ഇക്കണോമിക് പോളിസി NEP, ടാർഗറ്റഡ് എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീഷൻ. ടാർഗറ്റ് ചെയ്തിരിക്കുന്ന എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീഷനാണ്. റിമൂവ്ഡ് എൻട്രി ബാരിയേഴ്സ്, ലിബറലൈസേഷൻ, എൻറ്റഡ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ഇൻഡസ്ട്രിയൽ ലൈസൻസ് എൻഡ് ചെയ്തു എക്സെപ്റ്റ് 5 സെക്ടർ ഒഴികെ. റെഡ്യൂസ്ഡ് പബ്ലിക് സെക്ടർ റോള്, റിമൂവ് പ്രൊഡക്റ്റ് റിസർവേഷൻ, റീപ്ലേസ്ഡ് MRTP ആക്ട് വിത്ത് കോമ്പറ്റീഷൻ ആക്ട്, ലിബറൽ ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ടെക്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ റീഫോം.
റീഫോംഡ് ബാങ്ക്സ്, NBFCs, സ്റ്റോക്ക് മാർക്കറ്റ് ഇതിനൊക്കെ റീഫോം ചെയ്തു. പ്രൊമോട്ടഡ് FD ആൻഡ് F2. RBI become facilitator, implement GST, supported SMEs. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ റീഫോമിൽ വന്നിരിക്കുന്ന മാറ്റം. പിന്നെ പ്രൈവറ്റൈസേഷനിൽ വന്നിരിക്കുന്ന എന്തൊക്കെയാണ്? PSU ഷെയർ സെയിൽ. PSU ഷെയർ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the process by which government sell its ownership അഥവാ ഷെയർ ടു പബ്ലിക് സെക്ടർ to private investors to or the private investor or the general public എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അവരുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഷെയർ ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിലുള്ളത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിലോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിലേക്കോ നൽകുന്നതിനെയാണ് PSU ഷെയർ സെയിൽ എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടറിലോ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പോ അല്ലെങ്കിൽ ഷെയറോ നൽകുന്നതിനെയാണ് PSU ഷെയർ സെയിൽ എന്ന് പറയുന്നത്. ഇതാണ് പ്രൈവറ്റൈസേഷനിൽ വന്ന മാറ്റം. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോസ് മേക്കിംഗ് PSUs, റെഡ്യൂസ്ഡ് റിസർവ്ഡ് ഇൻഡസ്ട്രീസ് ഫ്രം 70 to 2, പോളിസി ഷിഫ്റ്റഡ് ടു കോൺട്രാക്ഷൻ ഓഫ് PSUs. ഇത്രയാണ് പ്രൈവറ്റൈസേഷനിൽ വന്ന മാറ്റങ്ങൾ. ഇനി ഗ്ലോബലൈസേഷൻ, ലോ ടാരിഫ് ഓപ്പൺ കോമ്പറ്റീഷൻ, ഫോറിൻ ട്രേഡ് ലിബറലൈസ് ചെയ്തു. പാർഷ്യൽ കറൻസി കൺവേർട്ടബിലിറ്റി, FDI ലിമിറ്റ് ഇൻക്രീസ്, റെഗുലേറ്റഡ് ബൈ FEMA. അടുത്ത സ്ട്രക്ചറൽ ചേഞ്ചസ് ആൻഡ് ചലഞ്ചസ് ഇൻ ഇക്കോണമിക് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഇക്കോണമിക് ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസും ചലഞ്ചസും എന്തൊക്കെയാണ്? സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ പോസ്റ്റ് 1991 എന്തൊക്കെയാണ്? ഫോക്കസ്ഡ് ഓൺ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സപ്പോർട്ടഡ് ബൈ IMF ആൻഡ് വേൾഡ് ബാങ്ക്. മേജർ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫിനാൻഷ്യൽ ഡിമാൻഡ്, ചേഞ്ച് ഇൻ എക്സ്പോർട്ട്, ചേഞ്ച് ഇൻ ഇമ്പോർട്ട് സ്ട്രക്ചർ, ചേഞ്ച് ഇൻ ടെക്നോളജി. ഇതൊക്കെയാണ് സ്ട്രക്ചറൽ ചേഞ്ചസ് വന്നിരിക്കുന്നത് 1991 ശേഷം. ഇനി മേജർ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവേർട്ടി, അബ്സല്യൂട്ട് പോവേർട്ടി ഈസ് ഈക്വൽ ടു ലാക്ക് ഓഫ് ബേസിക്സ് നീഡ്. മേജർ ചലഞ്ചസ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് പോവേർട്ടി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ബേസിക് നീഡാണ്. റിലേറ്റീവ് പോവേർട്ടി എന്ന് പറഞ്ഞാൽ ലോവർ ഇൻകം വേഴ്സസ് അതേഴ്സ് എന്നുള്ളതാണ്. ഇതിനുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് ടെണ്ടുൽക്കർ 2009, രംഗരാജൻ 2014, NITI ആയോഗ് ടാസ്ക് ഫോഴ്സ് 2015. സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ചലഞ്ചസിനെയും അഗ്രികൾച്ചർ മോട്ടറൈസേഷൻ, ഇൻഡസ്ട്രിയൽ ജോബ് ക്രിയേഷൻ ആണ് ഈ ചലഞ്ചസ്, മേജർ ചലഞ്ചസ് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത അൺഎംപ്ലോയ്മെൻറ്റ്. ഇന്ത്യ ഹാസ് സ്ട്രക്ചറൽ നോട്ട് സിസിലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അണ്ടർ എംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ബിലോ സ്കിൽ ആൻഡ് കപ്പാസിറ്റിയുള്ള, സ്കില്ലിനും കപ്പാസിറ്റിക്കും താഴെയുള്ള വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യാണ്? ക്ലർക്ക് വർക്ക് ചെയ്യുന്നതാണ് എക്സാമ്പിൾ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ വർക്കേഴ്സ് ദാൻ നീഡഡ്, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടാവുകയാണ്. അപ്പം മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ടു മെനി പീപ്പിൾ ഓൺ എ സ്മോൾ ഫാം, ഒരു ഫാമത്തിന് ഒരുപാട് കൂടുതൽ വർക്കേഴ്സ് ഉണ്ടാകുന്നത്. എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആണ് ബട്ട് ജോബ്ലെസ് ആണ്. MBA ഗ്രാജുവേറ്റ് വിത്തൗട്ട് സ്യൂട്ടബിൾ എംപ്ലോയ്മെൻറ്റ്. എന്നാൽ MBA ഗ്രാജുവേറ്റ് ആയ വ്യക്തിക്ക് അയാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ലഭിക്കുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന അണ്ടർ എംപ്ലോയ്മെൻറ്റും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റും എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെൻറ്റും. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാൻ പവർ പ്ലാനിങ്ങും ഫോക്കസ് ഓൺ ഹ്യൂമൻ ആൻഡ് ക്യാപിറ്റൽ സ്കിൽ ഡെവലപ്മെൻറ്റുമാണ്. ഇനി ഇൻകം ഇനീക്വാലിറ്റി. ടോപ്പ് 10% ഹോൾഡ് 50% ഓഫ് ദി ഇൻകം. ടോപ്പിലുള്ള 10% ഓഫ് ആൾക്കാരാണ് 50% ഓഫ് ഇൻകം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ബോട്ടം 50% ഗെറ്റ് ഓൺലി 30% ഓഫ് ഇൻകം മാത്രമേ ബോട്ടത്തിലിരിക്കുന്ന 50% ആൾക്കാർക്ക് ലഭിക്കുന്നത്. 30% ഇൻകം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആയിരിക്കാം, അൺഈക്വൽ ആക്സസ് ഓഫ് ടു എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഫാമിലി ഇൻഫ്ലുവൻസ് ആയിരിക്കാം, നാച്ചുറൽ ടാലൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. എഫക്റ്റ് ചെയ്യുന്നതൊക്കെയാണ് സോഷ്യൽ അൺട്രസ്റ്റ്, ഇക്കോണമിക് പോപ്പുലിസം, മൈഗ്രേഷൻ ആൻഡ് എക്സ്പ്ലോഷൻ, ബേർഡൻ ഓഫ് സബ്സിഡീസ്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിനിമം വേജസ് ഉറപ്പുവരുത്തുക, സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, സ്കിൽ ഡെവലപ്മെൻറ്റ്, പ്രോഗ്രസീവ് ടാക്സേഷൻ, സീലിംഗ് ഓൺ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി.
റീജിയണൽ ഡിസ്പാരിറ്റീസ് എന്തൊക്കെയാണ്? ഡിഫറൻസ് ഇൻ ഇൻകം, ലിറ്ററസി, ഹെൽത്ത് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മളെ റീജിയണൽ ഡിസ്പാരിറ്റീസ് വരുന്നത് ഇൻകത്തിൻ്റെയും ലിറ്ററസിയുടെയും ഹെൽത്ത് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്? കോസസ് എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് ജിയോഗ്രഫി, കൊളോണിയൽ ലീഗസി, ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്, അൺഇവൻ പ്ലാൻ ഔട്ട്ലേ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്ഥലത്തിലുണ്ടാകുന്ന ഓരോ സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ചില സംസ്ഥാനങ്ങൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിരിക്കും, ചിലത് എന്തായിരിക്കും ബാക്ക്വേർഡ് ആയിരിക്കും, പിന്നോക്കം നിൽക്കുന്നത്. അപ്പം ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് എന്ന് പറയുന്നത് പഞ്ചാബ്, മഹാരാഷ്ട്ര, തമിഴ്നാടായിരിക്കും. ബാക്ക്വേർഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബീഹാർ, ഒഡീഷ, ആസാം, യു പി. അപ്പം പ്ലാനിങ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 5 year പ്ലാൻ എയിംഡ് അറ്റ് ബാലൻസ്. ഇത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു. ബട്ട് റിച്ചർ സ്റ്റേറ്റ് ഗെറ്റ് മോർ ഫണ്ട്. റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ത് ചെയ്തു? കൂടുതൽ ഫണ്ട് ലഭിച്ചു. റിസൾട്ട് എന്തായിരുന്നു? സം സ്റ്റേറ്റ് ആർ ഡെവലപ്പിംഗ് ഫാസ്റ്റ്, ബിക്കം റിച്ചർ, വൈൽ അതർ ആർ ലാഗിങ് ബിഹൈൻഡ്, റിമെയിൻ പുവർ. അപ്പം ചില സ്റ്റേറ്റ് എന്ത് ചെയ്തു? അവർ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തു, അവർ കുറച്ചുകൂടെ ബിക്കം റിച്ചർ. എന്നാൽ മറ്റ് സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? അത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ലാഗ് ചെയ്തുകൊണ്ട് തന്നെ റിമെയിൻ പുവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് പറഞ്ഞത്. തേർഡ് ചാപ്റ്റർ ഗ്രോത്ത് പ്രീ ആൻഡ് പോസ്റ്റ് പെർഫോം. ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ഇക്കോണമി 1951 തൊട്ട് 2021. ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത് 1951 തൊട്ട് 2021 വരെയുള്ളതാണ്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938. പബ്ലിക് സെക്ടർ കൺട്രോൾ, സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് കീ സെക്ടർ, റെയിൽവേ, ഷിപ്പിംഗ്, മിനറൽസ് പബ്ലിക് സെക്ടറിലെ കൺട്രോളിൽ വന്നു. പ്രൈവറ്റ് സെക്ടർ റോളിൽ പെർമിറ്റഡ് വിത്ത് സ്റ്റേറ്റ് റെഗുലേറ്റഡ് ആൻഡ് ടേക്ക് ഓവർ ഇഫ് അഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്. പ്രൈവറ്റ് സെക്ടർ റോള് പെർമിറ്റ് ചെയ്തു, പക്ഷേ വിത്ത് സ്റ്റേറ്റ് റെഗുലേഷനിലൂടെ പെർമിറ്റ് കൊടുത്തു. ഇനി പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ടേക്ക് ഓവർ ചെയ്യും. അഗ്രികൾച്ചർ ഗിവൺ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ്. അഗ്രികൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി. ലിവിങ് സ്റ്റാൻഡേർഡ് ഗോൾ ടു ഡബിൾ ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻ 10 years. 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗോള്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. മിക്സ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ പബ്ലിക്, ഡിഫൻസ്, ഹെവി ഇൻഡസ്ട്രീസ്, പ്രൈവറ്റ്, റെഗുലേറ്റഡ്, കൺസ്യൂമർ. റെഗുലേറ്റഡ് ആണ് കൺസ്യൂമർ ഗുഡ്സ്. മിക്സ്ഡ് ഇക്കോണമി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോഷ്യലിസം, ക്യാപിറ്റലും മിക്സ്ഡ് ആയിട്ടുള്ളതാണ് മിക്സ്ഡ് ഇക്കോണമി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഈക്വൽ ലൈവ്ലിഹുഡ്, ഇക്വിറ്റബിൾ റിസോഴ്സസ് യൂസ്, കർബ് വെൽത്ത് കോൺസെൻട്രേഷൻ. മിക്സ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ പബ്ലിക്കും പ്രൈവറ്റും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ലൈവ്ലിഹുഡ് ഉറപ്പുവരുത്തുക, ഇക്വിറ്റബിൾ റിസോഴ്സ് യൂസും ക്രബ് വെൽത്ത് കോൺസെൻട്രേഷനുമാണ്. ഇനി അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ഇതിൽ വന്നിരിക്കുന്നത് 1938 കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയിൽ വരുന്നിട്ടുള്ളത്. ജമീന്ദറി അബോളിഷ്ഡ്, ലാൻഡ് റീഫോം ഇൻട്രൊഡ്യൂസ്ഡ്, ലാൻഡ് സീലിംഗ് ലോസ്, ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റ് ഫെസിലിറ്റി ഫോർ സ്മോൾ ഇൻഡസ്ട്രീസ് കൊണ്ടുവന്നു. അതുപോലെ പബ്ലിക് സെക്ടർ ഇൻഫ്രാസ്ട്രക്ചറിൽ നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ്, സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ട്, പവർ ഇതൊക്കെ കൊണ്ടുവന്നു. റോൾ ഓഫ് പബ്ലിക് സെക്ടർ എൻജിൻ ഓഫ് ഗ്രോത്ത്, ഹെവി ഇൻഡസ്ട്രി, ഡിഫൈൻ ഇൻഫ്രാസ്ട്രക്ചർ. പബ്ലിക് സെക്ടർ റോൾ എന്ന് പറയുന്നതാണ് ഹെവി ഇൻഡസ്ട്രി, ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഇതിലൊക്കെ എന്ത് ചെയ്തു? ഗ്രോത്ത് കൊണ്ടുവന്നു. ഇനി പ്ലാനിംഗ് കമ്മീഷൻ 1950 വന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മാക്സിമൈസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻകം, എൻഷുർ എംപ്ലോയ്മെൻറ്റ് ഉറപ്പുവരുത്തുക, പ്രൊമോട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ, സെൽഫ് റിലയൻസ്, റെഡ്യൂസ് ഇൻഇക്വാലിറ്റി വെൽത്തിലും ഇൻകത്തിലുള്ള ഇൻഇക്വാലിറ്റി കുറക്കുക, ബിൽഡ് സോഷ്യലിസ്റ്റ് ആൻഡ് ജസ്റ്റ് സൊസൈറ്റി. ഗ്രോത്ത് ത്രൂ 5 year പ്ലാൻ, പഞ്ചവത്സര പദ്ധതി, അതാണ് 5 year പ്ലാൻ. അതിലൂടെ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്ലാൻ 1950 തൊട്ട് 56 വരെയിൽ അഗ്രികൾച്ചർ ഇറിഗേഷനിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഹാറോഡ് ഡോമറാണ്. ടാർഗറ്റ് 2.1%, അച്ചീവ്ഡ് എത്രയാണ്? 3.6% ആണ്. പ്രൊജക്ട്സ് എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ബക്രാനങ്കൽ, ദാമോദർ, ഹിറാഗുഡ്.
ഇൻസ്റ്റിറ്റ്യൂഷൻ IITs UGCs. സെക്കൻഡ് പ്ലാൻ 1956 തൊട്ട് 61 വരെയാണ്. ഫോക്കസ് ഹെവി ഇൻഡസ്ട്രീസ് ആണ്. അതിൽ ഇത്രയും ടാർഗറ്റ് ഇതായിരുന്നു അച്ചീവ് ചെയ്തിരുന്നത്. തേർഡ് പ്ലാൻ 1960 തൊട്ട് 66 വരെ, 61 തൊട്ട് 66 വരെ അഗ്രികൾച്ചറൽ ആൻഡ് വീറ്റ് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ടാർഗറ്റ് ഇത്രയും അച്ചീവ് ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി പ്ലാൻ ഹോളിഡേ 1966 തൊട്ട് 69 വരെ, ആനുവൽ പ്ലാൻ ഡ്യൂ വാർ ആൻഡ് ഇൻഫ്ലേഷൻ, ഇനീഷ്യേറ്റീവ്സ് റുപ്പി ഡീവാലുവേഷൻ, ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി. ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഫോർത്ത് പ്ലാൻ 1969 തൊട്ട് 74 വരെ, പോവർട്ടി ഫോക്കസ് പോവർട്ടി ലോങ് ടേം ഗ്രോത്ത് ഇതൊക്കെയായിരുന്നു. ടാർഗറ്റ് ഇത്രയായിരുന്നു, അച്ചീവ് ഇത്രയായിരുന്നു. ഫിഫ്ത്ത് പ്ലാനിൽ 1974 ടു 78 വരെ, ഫോക്കസ് പോവർട്ടി റിമൂവൽ സെൽഫ് റിലയൻസ് ആയിരുന്നു. ടാർഗറ്റ് ഇത്രയായിരുന്നെങ്കിൽ അച്ചീവ് 5.2% കിട്ടിയിട്ടുണ്ട്. ക്രൈസിസ് എന്തായിരുന്നു? ഓയിൽ ഷോക്ക് ആൻഡ് ഇൻഫ്ലേഷൻ ആയിരുന്നു. ടെർമിനേറ്റ് ഏർലി 1978. ഇനി റോളിംഗ് പ്ലാൻസ് 1978 തൊട്ട് 80 വരെ, ഫ്ലെക്സിബിൾ പ്ലാനിങ് റിവൈസ്ഡ് ആനുവലി, അങ്ങനെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആനുവൽ പ്ലാൻ ഡ്യൂ ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇവിടെ നിർത്തിയെന്നാണ് തോന്നുന്നത്. അസസ്മെൻറ്റ് 1951 വരെ എന്താണ്? ഗ്രോത്ത് ഇംപ്രൂവ്ഡ്, 5% ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അച്ചീവ്മെൻറ്റ്സ് ഇൻഡസ്ട്രിയൽ ബേസ്, ഫുഡ് സഫിഷ്യൻസി, റെഡ്യൂസ് പോവർട്ടി, ഇതൊക്കെയാണ് അച്ചീവ്മെൻറ്റ് ഈ 5 ഇയർ പ്ലാനിലൂടെ. വന്നിരിക്കുന്ന വീക്ക്നെസ് എന്നാണ് അൺഎംപ്ലോയ്മെൻറ്റ്, BOP ക്രൈസിസ്, ഇൻഎഫിഷ്യൻസി ഇൻ PSUs. അടുത്ത റീഫോം ആൻഡ് പോസ്റ്റ് പ്ലാനിങ് എറ, അഥവാ 1992 തൊട്ട് 2020 വരെയുള്ള പ്ലാനിങ് എറയിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? റീഫോം ആൻഡ് പോസ്റ്റ് പ്ലാനിങ് എറയിൽ, അഥവാ 8th പ്ലാൻ 1992 തൊട്ട് 97 വരെ, LPG റീഫോം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നടത്തി. ടാർഗറ്റ് 5.6 ആയിരുന്നു, അച്ചീവ് ചെയ്ത് 6.6 ആയിരുന്നു. 9th പ്ലാനിൽ 97 തൊട്ട് 2002 വരെ, ടാർഗറ്റ് 6.5%, അച്ചീവ് 5.3 ആണ്. അഗ്രികൾച്ചറൽ സ്ലോ ഡൗൺ ആണ്. അതുപോലെ അങ്ങനെ ഓരോ പ്ലാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പോസ്റ്റ് 2015 എറ ഡെവലപ്മെൻറ്റ്സ്, 2015 ശേഷമുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുള്ളത്? 2060 to 70 വരെ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായി. GST അത് എന്ത് ചെയ്തു? നമ്മൾ ഗ്രോത്തിനെ സ്ലോ ചെയ്തു. അതുപോലെ GDP സ്ലോ ടു 4.2% സ്ലോ ആയിപ്പോയി. 2020 to 2021 -7.3% കോൺട്രാക്ഷൻ ഡ്യൂ ടു COVID-19, കാരണം നമ്മൾ ഡെവലപ്മെൻറ്റിൽ ഡ്രോബാക്ക് ഉണ്ടായി. 2020 വരെ റിക്കവറി എസ്റ്റിമേറ്റഡ് അറ്റ് 9.5%. എനിക്ക് അച്ചീവ്മെൻറ്റ് 1951 തൊട്ട് 1990 വരെ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഗ്രോത്ത് ഇൻ NNP, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഇമ്പ്രൂവ് ചെയ്തു, സേവിങ് റേറ്റ് ഇങ്ങനെ ചേഞ്ചസ് വന്നു. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, സീരിയൽ, മിൽക്ക്, ഓയിൽ കൺസപ്ഷൻ, അതുപോലെ കൺസ്യൂമേഴ്സ് ഗുഡ്സ് യൂസ് ഫോർ സൈക്കിൾ, റേഡിയോസ്, ഫാന്, അതൊക്കെ ഇൻക്രീസ് ചെയ്തു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വർദ്ധിച്ചു. ഇൻഡസ്ട്രിയൽ ബേസിൽ സ്റ്റീൽ, എയർക്രാഫ്റ്റ്, കെമിക്കൽ, ഡിഫൻസിൽ മാറ്റം വന്നു. ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് 4.4x ഇങ്ങനെ ഒരു മാറ്റം വന്നു. ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായി. ഡൈവേഴ്സിഫൈഡ് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്, ഇത്രയും അച്ചീവ്മെൻറ്റ്സ് ആണ് 1951 തൊട്ട് 1990 വരെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഫസ്റ്റ് 12th പ്ലാൻസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? 51 to 56 വരെ ഇതിൻ്റെ സമ്മറിയാണ്, നമ്മൾ മുകളിൽ പറഞ്ഞതിൻ്റെ മൊത്തമുള്ള സമ്മറിയാണ്. 51 to 56 വരെ ടാർഗറ്റ് 2.1 ആയിരുന്നു, അച്ചീവ് ചെയ്ത് 3.6 ആണ്. അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ ആയിരുന്നു ഫോക്കസ്ഡ് ഏരിയ. സെക്കൻഡിൽ ഹെവി ഇൻഡസ്ട്രി, തേർഡിൽ അഗ്രികൾച്ചർ, ഡിഫൻസ്, സ്റ്റെബിലൈസേഷൻ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ തേർഡ് ചാപ്റ്ററിനകത്ത് പറഞ്ഞത്. അതിനെ ചുരുക്കിയിട്ടുള്ളൊരു ടേബിൾ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ എന്താണ് ഇന്ത്യൻ ഇക്കോണമി എന്നതിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറയിലും എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.